ബിഗിനേഴ്സ് ആയിരിക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അത് ചെറുതാണെങ്കിലും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ അത് ധാരാളം മതി. പല ട്രെയിനേഴ്സും ഇത് ബിഗിനേഴ്സിനോട് പറഞ്ഞു കൊടുക്കാറില്ല. ഈ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ബിഗിനേഴ്സിന് സാധാരണയായിട്ട് സംഭവിക്കുന്ന ചില തെറ്റുകളും അത് തിരുത്തിക്കൊണ്ട് മുന്നേറാനുള്ള ടിപ്സുമാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ദിസ് ഈസ് ബിബി, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ഒന്നാമതായിട്ട് ബിഗിനേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് വാമപ്പും അതുപോലെ തന്നെ സ്ട്രെച്ചിങ്ങും സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ജിമ്മിലേക്ക് വരുന്ന ആദ്യത്തെ ദിവസം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിലുണ്ടാവുക ജിമ്മിൽ മസിൽ ഉണ്ടാക്കാൻ വരുന്നതാണ്, പിന്നെ എന്തിനാണ് ഇതുപോലുള്ള വാമപ്പുകളൊക്കെ ചെയ്തിട്ട് സമയം കളയുന്നത് എന്നായിരിക്കും. തുടക്കത്തിൽ നിങ്ങൾ വാമപ്പൊക്കെ സ്കിപ്പ് ചെയ്താണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ അത് ശീലമായിട്ട് മാറുകയും അത് പിന്നീട് വലിയ ഇഞ്ചുറി നിങ്ങൾക്കുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനിടയിൽ വാമപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഒരു വർക്കൗട്ടിന് മുൻപായിട്ട് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യുക എന്നുള്ളത്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ട്രെച്ചിങ് ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരു വ്യായാമത്തിന് മുൻപായിട്ട് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഒരു വ്യായാമത്തിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്, അതായത് മൂവ്മെന്റോട് കൂടിയുള്ള സ്ട്രെച്ചിങ് ആണ്. ഇതേ കാര്യത്തിൽ തന്നെ ബിഗിനേഴ്സിനിടയിൽ കണ്ടുവരുന്ന മറ്റൊരു തെറ്റാണ് ജിമ്മിൽ വെച്ച് ഒരു വ്യായാമം കഴിഞ്ഞതിന് ശേഷം എല്ലാം എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു വ്യായാമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം. ഒരു വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ടത് ഡൈനാമിക് സ്ട്രെച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വാമപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഏത് ശരീരഭാഗത്തിനാണോ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ആ ഭാഗം നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന രീതിയിലുള്ള വാമപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ലെഗ് വർക്കൗട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലോവർ ബോഡിക്ക് വേണ്ടി നന്നായിട്ട് വാമപ്പ് ചെയ്യുക എന്നതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് സുനോവ എന്ന ബ്രാൻഡിൻ്റെ സ്പിരുലിന എന്ന് പറയുന്ന ഒരു നാച്ചുറൽ മൾട്ടി വൈറ്റമിൻ ക്യാപ്സ്യൂളാണ്. ഇതിൽ 60 to 65% നാച്ചുറൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10ലധികം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ലൈക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ B2, വൈറ്റമിൻ B9 എക്സെട്ര. അതുപോലെ തന്നെ ഇതിൽ മാംഗനീസ്, സിങ്ക്, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് പോലുള്ള 10ലധികം മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾ കഴിക്കുന്നതിലൂടെ ഒരു ദിവസം മുഴുവനും നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് മൂലം കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ തളർച്ച അനുഭവപ്പെടാറില്ലേ, ഈ തളർച്ച ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കുന്നു. ഇത് 100% ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല എന്ന് കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ക്യാപ്സ്യൂളിൽ ഓർഗാനിക് ന്യൂട്രിയൻസ് ആയ റിച്ച് ബ്ലൂ ഗ്രീൻ ആൽഗെ അടങ്ങിയിരിക്കുന്നു. ഈ ഹെർബൽ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് വാം വാട്ടറിലോ മിൽക്കിലോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് ബിഗിനേഴ്സിൽ കണ്ടുവരുന്ന മറ്റൊരു തെറ്റ്, ഡോണ്ട് ഹാവ് എ പ്ലാൻ. അതായത് ജിമ്മിലേക്ക് വരുന്നത് ഒരു സീറോ പ്ലാനോട് കൂടിയാണ്. അതായത് എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നേരെ ജിമ്മിൽ വരുന്നു, അവിടെ വെച്ചാണ് ആലോചിക്കുന്നത് ഇന്ന് ഏത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ളവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവരിങ്ങനെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാം. എല്ലാ മെഷീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് നോക്കി നിൽക്കും. അതുപോലെ മറ്റുള്ള ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും, കഥ പറഞ്ഞിരിക്കും. അതിൻ്റെ കാരണം ഒരു പ്ലാനോട് കൂടി ജിമ്മിലേക്ക് വരാത്തത് കൊണ്ടാണ്. ഇങ്ങനെയുള്ളവർക്കാണ് ജിമ്മിൽ വന്നിട്ടും യാതൊരു റിസൾട്ടും ലഭിക്കാത്തത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനറുടെ അടുത്ത് പോയിട്ട് 3-4 ആഴ്ചകളിലേക്കുള്ള വർക്കൗട്ടുകൾ ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്ത് വാങ്ങേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതോടുകൂടി നല്ലൊരു രീതിയിലുള്ള വർക്കൗട്ട് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ബിഗിനേഴ്സിനിടയിൽ കണ്ടുവരുന്ന മറ്റൊരു തെറ്റാണ് ഒരേ വർക്കൗട്ടുകൾ തന്നെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു, ഫസ്റ്റ് ദിവസം വന്ന് ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ബൈസെപ്സിന് തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് തന്നെ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊരു തെറ്റായ രീതിയാണ്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി പാർട്സിന് ഒരിക്കലും റെസ്റ്റ് ലഭിക്കുകയില്ല, നിങ്ങളുടെ മസിൽസ് ഒരിക്കലും ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ റെസ്റ്റ് കൊടുക്കാതെ ഒരു ബോഡി പാർട്ടിനെ വർക്ക് ചെയ്യിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാനോട് കൂടി ജിമ്മിലേക്ക് വരിക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങളൊരു വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിന് അനുയോജ്യമായിട്ടുള്ള വർക്കൗട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ബിഗിനേഴ്സിനിടയിൽ കണ്ടുവരുന്ന ഒരു തെറ്റാണ് ജിമ്മിൽ വന്നതിന് ശേഷം കാർഡിയോ വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക. അതായത് ട്രെഡ്മിൽ കയറി റണ്ണിങ് ചെയ്യുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു, ഇത് മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കലോറി ബേൺ ചെയ്യാനും അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കാർഡിയോ വർക്കൗട്ടുകൾ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ മസിൽ ഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജിമ്മിൽ വരുന്നതെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്.
നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് സമയം കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ എനർജി ഇല്ലാതെ പോകുന്നു. അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാർഡിയോ വർക്കൗട്ടുകൾ മിതപ്പെടുത്തിക്കൊണ്ട് വെയിറ്റ് ട്രെയിനിങ് കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ഒരു വ്യായാമത്തിന് മുൻപ് യാതൊരു തരത്തിലുള്ള പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ്സോ പ്രീ വർക്കൗട്ട് ഫുഡ്സോ എടുക്കുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ മസിൽസ് ഗെയിൻ ചെയ്യുന്നതിന് പ്രീ വർക്കൗട്ടിന്റെ റോള് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തു വന്ന വർക്കൗട്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം നിങ്ങൾക്ക് വേണ്ടത്ര എനർജി ഇല്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിക്ക് ആവശ്യമായിട്ടുള്ള പ്രീ വർക്കൗട്ടുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മികച്ച പ്രീ വർക്കൗട്ട് ഫുഡുകൾ എടുക്കാവുന്നതാണ്. ഏതൊക്കെയാണ് മികച്ച പ്രീ വർക്കൗട്ട് ഫുഡുകൾ അല്ലെങ്കിൽ വർക്കൗട്ട് മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഫുഡുകൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കാണാനാവും. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ബിഗിനേഴ്സ് ജിമ്മിൽ വരുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്സുകൾ. നിങ്ങൾ ഈ മിസ്റ്റേക്സ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിനു മുൻപും ബിഗിനേഴ്സ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള മിസ്റ്റേക്സുകൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോയും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് ബിഗിനേഴ്സിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന തെറ്റുകളും അത് തിരുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ് മേ ബി ബീൻ സൈനിങ് ഓഫ്.